ഹലോ. നടി ശ്വേതാ മേനോനെതിരെ കേസ്. അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചു എന്നതിൽ 67A ഈ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, കളിമണ്ണ്, പിന്നെ ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്ന രതി നിർവേദം. ഈ 3 ചിത്രങ്ങൾക്കാണ് ഇതിനെ കൂടി പരാമർശിച്ചിട്ടാണ് ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തത്. ഇപ്പം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് ശ്വേതാ മേനോൻ. അപ്പം ആ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ഒരു പരിപാടി കൂടിയാകാം ഈ കേസിന് കൊടുത്തത്. പക്ഷേ പാലേരി മാണിക്യം പാതിരാ കൊലപാതകത്തിൻ്റെ കഥ ഇറങ്ങിയിട്ട്, ആ സിനിമ ഇറങ്ങിയിട്ട്, കളിമണ്ണ് ഇറങ്ങിയിട്ടും രതി നിർവേദം ഇറങ്ങിയിട്ട് ഇതിൻ്റെ 10 വർഷത്തിന് മേലെയായി. ഇപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇതൊക്കെ അശ്ലീല ചിത്രങ്ങളായിരുന്നു. മാത്രമല്ല വേറെ 2 പരസ്യങ്ങൾ ചെയ്തിരുന്നു. ചെറിയ പരസ്യമല്ല, പരസ്യം ചെറുതാണെങ്കിലും വേറെ ഒരു 2 വിഷയത്തെ സംബന്ധിച്ചൊരു പരസ്യവും ചെയ്തിരുന്നു. ഇതിനെയും ഇപ്പോൾ പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലമില്ലാതെ ഇതൊക്കെ അശ്ലീല ചിത്രങ്ങളാണ് എന്നാണ് ഇപ്പം വൈപ്പ്. അതായത് അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചുവെങ്കിൽ കളിമണ്ണ്, പാലേരി മാണിക്യം പാതിരാ കൊലപാതകത്തിൻ്റെ കഥ, രതി നിർവേദം, ഇത് 3ഉം അശ്ലീല ചിത്രങ്ങളാണ്. അപ്പോൾ ഇതിലൊന്നിൽ അഭിനയിച്ചിരിക്കുന്നത് മെഗാസ്റ്റാർ മമ്മൂക്ക, രണ്ടാമത്തതിൽ അഭിനയിച്ചിരിക്കുന്നത് ബിജു മേനോൻ ആ ഗ്രൂപ്പ്, മൂന്നാമത്തേത് ഒരു പഴയ ജയഭാരതി പണ്ട് അഭിനയിച്ച ചിത്രത്തിൻ്റെ റീമേക്കായിരുന്നു. ഭരതൻ അന്ന് ചെയ്തു, പിന്നീട് സിദ്ധാർത്ഥ ചെയ്തു എന്നെന്തോ ആണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ ക്ഷമിക്കുക, നോക്കിയില്ല ഞാൻ. എന്തായാലും അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കോ അമ്മയുടെ ഭരണസമിതിയിലോട്ടോ മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒരു കേസ് ഉറപ്പാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും പ്രശ്നം, ഇനിയൊരു വസ്തു തർക്കത്തിലെങ്കിലും നിങ്ങൾ പെട്ടിട്ടുണ്ടോ അത് പൊക്കിയെടുത്തുകൊണ്ട് വരും. അല്ലാതെ നമുക്കിതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അമ്മ എന്ന് പറയുന്ന സംഘടന വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടിയെ ആക്രമിക്കപ്പെട്ട ഒരു കേസ് സംബന്ധമായി ഒരു കേരള സർക്കാരിൻ്റെ മുമ്പിൽ കുറച്ച് നടിമാർ ഒരു കമ്മീഷൻ വച്ചിരുന്നു. എന്താണെന്നറിയാലോ? ഇപ്പോൾ നമ്മൾ പറയുന്നത് ഈ പെണ്ണൊരുമ്പെട്ടാൽ പെരുവഴി എന്ന് പറയുന്ന ചൊല്ലിന് അന്വർത്ഥമാക്കിക്കൊണ്ടാണ് ഇപ്പം അമ്മ സംഘടനയുടെ ഈ പ്രശ്നങ്ങളുടെ എല്ലാം പോക്ക് പോകുന്നത്. അന്നത്തേനാണ് തുടക്കം. അപ്പോൾ അതിനുശേഷം കേരള സർക്കാർ മലയാള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഹേമ കമ്മിറ്റി. ഉഡായിപ്പ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ഉഡായിപ്പ് കമ്മിറ്റി വേറെ ഇല്ലായിരുന്നു. നമ്മുടെ കേരള സർക്കാരിൽ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കേസ് ഇവിടെ പൊങ്ങിയ സമയത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ എടുത്തങ്ങ് പുറത്തു വിട്ടു കൊടുത്തു. അതുവരെ ഇതിനെക്കുറിച്ച് അനക്കയില്ല. അതിന് പിന്നാലെ അമ്മ കമ്മിറ്റിയിലുള്ള മുഴുവൻ അംഗങ്ങൾ രാജിവെക്കുന്നു. എല്ലാം കേസ് എന്താണ്? പെൺവാണിഭം. പെൺവാണിഭമല്ല, കഥകിൽ മുട്ടി, എൻ്റെ കഥകിൽ മുട്ടി, എന്നെ അഭിനയിച്ചപ്പം പിറകിൽ പിടിച്ചു, ഇടത്തുനിന്ന് പിടിച്ചു, വലത്തുനിന്ന് പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ലാലേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെച്ചു. ആരോപണ വിധേയവരും വിധേയരാകാത്തവരും സകലരും രാജിവെച്ചു. അഡ്ഹോ കമ്മിറ്റി മുന്നോട്ട് പോയി. അമ്മയുടെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയത്. അതിനുശേഷം പുതിയൊരു കമ്മിറ്റി അമ്മയ്ക്ക് ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഇപ്പം നാമനിർദ്ദേശനം വന്നപ്പോൾ ആദ്യം ആരെടുത്ത് പുറത്തു പോകാൻ പറഞ്ഞു? ബാബുരാജ് മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ബാബുരാജ് പിൻവലിഞ്ഞു. പിന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു സ്ത്രീ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഏകദേശം വിജയി ആവാൻ സാധ്യത എല്ലാവരും സപ്പോർട്ട് ചെയ്തത് ശ്വേതയ്ക്കാണ്. കാര്യം വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ പ്രാതിനിധ്യം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് കൊടുത്തു? ശ്വേതാ മേനോന്. ദേണ്ട കിടക്കണ്. അവളിപ്പം നീലചിത്ര നായികയായി മാറി. അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചു എന്നുള്ളതായി. അശ്ലീല ചിത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിൻ്റെ കഥയും രതി നിർവേദവും പിന്നെ ഈ പറഞ്ഞ കളിമണ്ണുമൊക്കെ എങ്ങനെ അശ്ലീല ചിത്രങ്ങളായി മാറും? അതിലെന്ത് അശ്ലീലതയാണുള്ളത്? പിന്നെ 2 പരസ്യങ്ങൾ ചെയ്തു, അത് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് അത് ഏത് വിഭാഗത്തിൽ പെടുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഈ 3 ചിത്രങ്ങളും ഞാൻ കണ്ടതാണ്, ടി വിയിലൊക്കെ വന്നതാണ്, അതായത് സാധാരണ പ്രേക്ഷകരുടെ ഇടയിലോട്ടൊക്കെ വന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഈ കണ്ടത് അശ്ലീല ചിത്രമാണെന്ന് കണ്ടവർ വരെ മനസ്സിലാക്കാൻ, അതായത് 10 വർഷം മുമ്പ് നമ്മൾ കണ്ടത് ഒരു അശ്ലീല ചിത്രമാണെന്ന് മനസ്സിലാക്കാൻ 2025 ഓഗസ്റ്റ് മാസം, അതായത് 8/6/2025 വേണ്ടി വന്നു. ഇതിൻ്റെയൊക്കെ റിലീസ് ഡേറ്റുകളൊന്ന് നോക്കിയാൽ മതി, മനസ്സിലാവാം എത്ര ദിവസം പഴക്കമുള്ളതാണ്. അപ്പം മമ്മൂക്ക അഭിനയിച്ച ഒരു ചിത്രം വരെ വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ പിന്നിൽ ആരാണെന്നുള്ളത് വ്യക്തമാകുന്നുണ്ട്. പക്ഷേ ഈ 2 ചെമ്മരിയാടും കൂടി കൂട്ടിയടിച്ചിട്ട് ഏതെങ്കിലും കുറുക്ക് അവിടെ നിന്ന് ചോര കുടിച്ചുകൊണ്ട് പോവും. ഈ പോക്കാണെങ്കിൽ
ഈ ചെമ്മരിയാടുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിട്ട് അവിടെ നിന്ന് ചോര കുടിക്കുന്ന ഒരു കുറുക്കൻ അവിടെ എവിടെ ഇരിപ്പുണ്ട്. ആ കുറുക്കനെ നിങ്ങൾ കണ്ടെത്തിയില്ലെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട്, അതായത് ഇന്ന് അനശ്വരനായ മുരളി മരിച്ചിട്ട് 16 വർഷം തികയാണ്. ആ സ്വർഗീയനായ അദ്ദേഹം നല്ലൊരു പേരും ഇട്ട് തുടങ്ങിയ സംഘടന, സുരേഷ് ഗോപി, മണിയമ്പല രാജു, ഈ തുടങ്ങി ഒരുപാട് നടന്മാർ ഫ്രണ്ടിൽ ഇറങ്ങി നിന്ന് പടുത്തുയർത്തിയ സംഘടന, അത് റൂട്ട് അവരായിരുന്നു. അവിടെ നിന്ന് എല്ലാ നടന്മാരും, മോഹൻലാലും മമ്മൂട്ടിയും ദിലീപൊക്കെ പിന്നീട് ആരോപണം ഇതിനായി പുറത്താക്കിയായിരുന്നു, എന്നാലും ഇതിലുണ്ടായിരുന്നു. തുടങ്ങി യുവതാരങ്ങൾ ഉൾപ്പെടെ ഈ റീസെൻ്റ്ലി രാജിവെക്കുന്നതിന് മുമ്പ് വരെ ഇവിടുത്തെ പല യുവതാരങ്ങളും യുവ നടിമാരും കൂടി ചേർന്ന് ചോര നീരാക്കിയെടുത്ത ഈ സംഘടന താഴെ വീണുപോകും. പിന്നെ അത് കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ഒരു മോഹൻലാലോ ഒരു സുരേഷ് ഗോപിയോ ഒരു മമ്മൂക്കയോ ഇറങ്ങില്ല. അതോർത്തുകൊണ്ട് വേണം ഇത്രയും ഇങ്ങനെ ഈ സ്വാർത്ഥ ലക്ഷ്യങ്ങൾ മുന്നിട്ടവർ ചെയ്യാൻ. അപ്പം നിങ്ങൾ തന്നെ കണ്ടുപിടിക്കുക, ഈ ആട്ടും തോലിട്ട ചെന്നായ്കൾ നിങ്ങളെ കൂട്ടത്തിനകത്തുണ്ട്. ഈ ആടിനെ കൂട്ടിയിടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കന്മാരി നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മലയാള സിനിമ മേഖലയിലേക്ക് കൊള്ളാം, അവരെ ആശ്രയിച്ച് കഴിയുന്ന കുറേ കുടുംബങ്ങൾക്കും കൊള്ളാം.